students, welcome back to Future Plus Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ ഫിസിക്സിലെ പ്രോബ്ലംസിന്റെ പാർട്ട് 2 ആണ്. അതും ഇന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ആൻഡ് കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രോബ്ലംസിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം. In our homes, the electricity is supplied at 220 volt. 220 volt. Calculate the resistance of the bulb if the current drawn by it is 0.2 ampere. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് റെസിസ്റ്റൻസ് ആണ്. അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമ്മുടെ ഹോമിൽ സപ്ലൈ ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ 220 വോൾട്ട് ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. എങ്ങനെയെങ്കിൽ അത് ആ ബൾബ് ഡ്രോ ചെയ്യുന്ന കറണ്ട് 2.2 ആംപിയർ ആണെങ്കിൽ നമുക്ക് ആ ബൾബിന്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്താന്ന് നോക്കിയാലോ മക്കളെ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിലൂടെ ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ആ മെറ്റീരിയൽ കാണിക്കുന്ന ഒരു ഒപ്പോസിഷനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R = V/I. V എന്ന് പറയുന്നത് ഇവിടെ വോൾട്ടേജ് ആണ്. I എന്ന് പറയുന്നത് കറണ്ട് ആണ്. അപ്പൊ വോൾട്ടേജ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ്. ഇവിടുത്തെ വാല്യൂ നമുക്കിത് അറിയാം. ഇത് നമ്മൾ ഡയറക്റ്റ് കൊടുത്താൽ മതി. വോൾട്ടേജ് 220 വോൾട്ട് ആന്ന് തന്നിട്ടുണ്ട്. കറണ്ട് എത്ര ആംപിയർ ആന്ന് തന്നിട്ടുണ്ട്? 0.2 ആംപിയർ ആന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം. കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് 2/10 എന്ന് എഴുതാം. എന്നിട്ട് ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ട്രിക്ക് അല്ല, 0.2 വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസി. 220 × 10/2. 2 വെച്ച് കട്ട് ചെയ്യാം. 110, ഇവിടെ ഒരു 0. അപ്പൊ റെസിസ്റ്റൻസ് എത്രയാന്ന് കിട്ടി? 1100 ഓം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 1100 ഓം. And the second question നോക്കാം. The second question is the length of a conducting wire is 60 meter and its radius is 0.5 centimeter. A potential difference of 5 volt produces a current of 2.5 ampere in the wire. Calculate the resistivity of the material of the wire. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് അല്ല, പകരം റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ കാണിക്കുന്ന ഒരു ഒപ്പോസിഷനെ അല്ലേ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാ. എന്നാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ ഒരു ഇൻഹറന്റ് ക്വാളിറ്റി ആണ്. ആ മെറ്റീരിയലിനുള്ള ഒരു ക്വാളിറ്റിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഒരു മെഷർമെന്റ് ആണ്. എന്താണ് അത് മെഷർ ചെയ്യുന്നത്? ആ ഒരു മെറ്റീരിയലിന് എത്രത്തോളം ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെഷർ ആണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എങ്ങനെ? റെസിസ്റ്റിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് റോ വെച്ചിട്ടാണ്. റോ = RA/L. R എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ്, ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ്. A എന്ന് പറയുന്നത് ഏരിയയാണ്. L എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു മെറ്റീരിയൽ ഓർ വയറിന്റെ ഒക്കെ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട റോ ആണല്ലോ, RA/L. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഫസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് = V/I. വിയും ഐ ഒക്കെ നോക്കാം. നമുക്ക് എത്ര തന്നിരുന്നു? V നമുക്ക് തന്നിട്ടുണ്ട് 5 വോൾട്ട്. A തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട് 2.5. 5/2.5. 5ന്റെ പകുതി അല്ലേ 2.5. അപ്പൊ എത്ര? 5 ഡിവൈഡഡ് ബൈ അതിന്റെ പകുതി. അപ്പൊ 2 ഓം ആണ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഏരിയ ആണ്. ഏരിയ നമുക്ക് തന്നിട്ടില്ല, പകരം റേഡിയസ് ആണ് തന്നത്. അപ്പം വയറിന്റെ സർക്കുലർ റേഡിയസ്, സർക്കുലർ ഇതല്ലേ ഷേപ്പ് അല്ലേ, നമുക്ക് സർക്കിളിന്റെ ഏരിയ കാണാം. πr². πr²ല് പൈ നമുക്ക് 3.14 എടുക്കാം. ദെൻ R എന്തെടുക്കാം? 5.5 സെന്റിമീറ്റർ ആണ്. 0.5 സെന്റിമീറ്റർ വെച്ച് ചെയ്യരുത്, സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.5 സെന്റിമീറ്ററിനെ എങ്ങനെ എഴുതാം? 1 സെന്റിമീറ്റർ = 1/100 മീറ്റർ ആണെന്നറിയില്ലേ? അപ്പം 0.5 സെന്റിമീറ്ററിനെ നമുക്ക് 0.5 × 1/100 or 5/10 × 1/100 5 ×
5/1000 അല്ലെങ്കിൽ 5 into 10⁻³ മീറ്ററിന് എഴുതാം. അപ്പം അത് കിട്ടിയല്ലോ, r സ്ക്വയർ ആണ്. 5 into 10⁻³ സ്ക്വയർ. Okay, 3.14 into 25 into 10⁻⁻6 ആവും. അത് ജസ്റ്റ് ലോ ഓഫ് എക്സ്പോണൻഷ്യൽ ആണ്. a⁻m all⁻n എന്ന് പറയുന്നത് a⁻mn ആണ്. സോ 10⁻³ മൈനസ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻³ into 2 വരും, ദാറ്റ് ഈസ് 10⁻⁻6. അപ്പൊ 10⁻⁻6 എങ്ങനെ കിട്ടിയെന്ന് വന്നത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ 10⁻⁻6 ആണ്. മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ 25നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യാം? 25നെ നമുക്ക് 100/4 എന്ന് എഴുതാം. 100/4 എന്ന് എഴുതുമ്പോൾ 3.14 into 100 എന്താവും? 314/4 ആവും. 314/4 ഈസി ആയിട്ട് ചെയ്ത് നോക്കടാ. 7 ആണ് 28. അതിൽ എത്ര ബാക്കി? 34. 8 വന്നു, 32. 2 ബാലൻസ്, 2 0 താത്തിട്ടു. അപ്പം 78.5. 78.5 into 10⁻⁻6 ആണ് നമ്മുടെ ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഏരിയയും കിട്ടി. 78. ഇത് മിസ് റേസ് ചെയ്യുന്നുണ്ട്. ഏരിയ എത്ര കിട്ടി? ഏരിയ നമുക്ക് 78.5 into 10⁻⁻6 എന്ന് കിട്ടി. ഇനി വേണ്ടത് ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട് 60 മീറ്റർ. അപ്പൊ ഇനി ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. r എന്ന് പറയുന്നത് 2, മറ്റേ 78.5 into 10⁻⁻6. l എന്ന് പറയുന്നത് 60. അപ്പം 30 ഒക്കെ കട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ 2.6 into 10⁻⁻6 ഓം മീറ്റർ. അപ്പൊ നമുക്ക് റെസിസ്റ്റിവിറ്റി ഇവിടെ കിട്ടി. എത്രയാണ്? 2.6 into 10⁻⁻6 ഓം മീറ്റർ. അപ്പം നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A 60-volt lamp is connected to 220-volt electricity supply in your home. Calculate the power consumed by it, the resistance of its filament and the current through it. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പവർ ആണ്, പിന്നെ റെസിസ്റ്റൻസ് ആണ്, പിന്നെ കറണ്ട് ആണ്. പവർ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 60 volt ആണ്. സോ പവർ കൺസ്യൂംഡ് ഈസ് 60 watt. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസും കറണ്ട് ത്രൂ ഇറ്റും ആണ്. റെസിസ്റ്റൻസ് നമുക്കറിയാം V/I. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, നമുക്ക് കറണ്ട് ത്രൂ ഇറ്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ I കണ്ടുപിടിക്കണം എന്താണ്? I ഈക്വൽ ടു പവർ ബൈ വോൾട്ട്. പവർ ബൈ വോൾട്ടേജ് ആണ്. അപ്പൊ പവർ തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിട്ടുണ്ട്? 60 വാട്ടും വോൾട്ടേജ് 220 വാട്ട് ആണ്. വോൾട്ട്, ഇത് വോൾട്ടും ഇത് വാട്ടും ആണ് കേട്ടോ. അപ്പം 0 കട്ട് ചെയ്തു. ഇവിടെ 3, 2 വെച്ച് കെട്ടിയാണ്, ഇവിടെ 11. അപ്പൊ കറണ്ട് ത്രൂ എന്ന് പറയുന്നത് 3/11 ആംപിയർ ആണ്. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോ V എന്ന് പറയുന്നത് നമുക്കറിയാം 220 തന്നെയാണ്. പിന്നെ ഇത് 3/11 ആണ്. സോ 220 into 11/3 that is 2420/3 806.66 എന്ന് വരും. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കറണ്ട് ത്രൂ കണ്ടുപിടിച്ചു, റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. 806.66 ഓം. നമ്മൾ യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറന്നു പോകരുത്, നമുക്ക് അവിടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും പ്രോബ്ലം ചെയ്യുമ്പോൾ ലാസ്റ്റ് യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. ഫോർത്ത് and the last question. Two charges each of 6 into 10⁻⁻10 allada 10⁻10 coulomb are separated by a distance of 2 meter. എത്ര മീറ്റർ ആണ്? രണ്ട് ചാർജസ്, ഒന്ന് Q1 ആയിട്ട് എടുക്കുക, ഒന്ന് Q2. രണ്ടിന്റെ സെയിം ആണ്, 6 into 10⁻10. ഇതും 6 into 10⁻10 ആണ് കുളം. ചാർജ് അതാണ്. ആ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2 മീറ്റർ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൂളോം ഫോഴ്സ്. കൂളോം ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. എത്ര മാഗ്നിറ്റ്യൂഡ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണേണ്ടത് അവർ തമ്മിലുള്ള. അപ്പം കൂളോം ലോ നമുക്കറിയാലോ. കൂളോം ലോ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്
രണ്ട് ചാർജ് തമ്മിലുള്ള അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. സോ നമുക്ക് അതിന്റെ ഇക്വേഷൻ നോക്കാം. കൂളോം ഫോഴ്സ് F equal to K Q1 Q2 divided by R square. Here K എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു കോൺസ്റ്റന്റ് ആണ്. 1/4 epsilon 0 ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 into 10 raised to 9 Newton meter square Coulomb raised to -2. Okay, so ഈ കെന്റെ വാല്യൂ ആണ് ഈ പറയുന്നത് 1/4 epsilon 0 ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി പഠിച്ചു വെച്ചാൽ മതി. 9 into 10 raised to 9. അപ്പൊ നമുക്ക് ഈ കെന്റെ സ്ഥാനത്ത് അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ അയ്യോ വലിയ ക്വസ്റ്റ്യൻ നോക്കുക വിചാരിച്ച് പേടിച്ചിരിക്കാണ്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണോ വേണ്ടത് അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇക്വേഷൻ വെച്ച് കാണേണ്ടത് അത് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ടു ചാർജസ് Q1 ഉം Q2. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 6 into 10 raised to -10 കൂളോം ആണ് തന്നിട്ടുള്ളത്. കെന്റെ വാല്യൂ നമുക്കറിയാം 9 into 10 raised to 9 ആണ് തന്നിട്ടുണ്ട്. പിന്നെ R നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടില്ലേ 2 meter. അപ്പോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ അവിടെ എഴുതിയേക്കാം. F equal to K Q1 Q2 by R square. അപ്പൊ നിങ്ങൾ ചോദിക്കൂല ഈ ഇക്വേഷൻ ഒക്കെ എന്തിനു പഠിക്കാന്ന്? അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യണം. ഇക്വേഷൻ തിയറിയിൽ മാത്രം എഴുതിയാൽ പോരാ, ഇങ്ങനത്തെ പ്രോബ്ലത്തില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. This is an important equation. Okay, so എല്ലാവരും പഠിച്ചു വെക്കുക. Then നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F equal to K ന്റെ വാല്യൂ 9 into 10 raised to 9. Then 6 into 10 raised to -10 into 6 into 10 raised to -10. R square എന്ന് പറയുമ്പോൾ 4 ഡയറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 2 into 2 എന്ന് എഴുതാം. നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 into 2 എന്ന് എഴുതിയിട്ട് 6. അപ്പൊ 9 into 9 വരും. 3 into 3 9. Then 10 raised to 9 ഉം 10 raised to -10 എന്താ ഇവിടെ 10 raised to -1 ആവും. പിന്നെ 10 raised to -10 ഉം. 9 into 9 81 into 10 raised to -1 plus -10 10 raised to -11 ആവും. എന്താണ്? ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ ന്യൂട്ടൺ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പ്രോബ്ലംസിനെ ഭയക്കാതെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഒന്ന് നോക്കുക എന്തൊക്കെയാണ് അതിൽ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ പ്രോബ്ലത്തിന് എങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് എങ്ങനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഈസി മെത്തേഡ്സിൽ ചെയ്യാം. കാൽക്കുലേഷൻ ഒന്ന് സിമ്പിൾ ആക്കുന്നത് എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. വേറെ ഒരു മന്ത്രയുമില്ല, ജസ്റ്റ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അത് മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ഈസി ആക്കാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചിട്ട് എല്ലാവരും ആ പ്രോബ്ലത്തിന് എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കുക. ഇതാണ് മിസ് പറയാനുള്ളൂ. താങ്ക് യു.